ഈക്വൽ സെറ്റ്സ് എന്താണ്? വാട്ട് ആർ ഈക്വൽ സെറ്റ്സ്? എന്താണ് ഈക്വൽ സെറ്റ്സ് വരുന്നത്? ശ്രദ്ധിക്കുക, എന്താണ് ഈക്വൽ സെറ്റ്സ്? രണ്ട് സെറ്റുകൾ എപ്പോഴാണ് ഈക്വൽ ആവുക? രണ്ട് സെറ്റുകൾ ഈക്വൽ ആവണമെങ്കിൽ ആ സെറ്റിലുള്ള എല്ലാ എലിമെന്റുകളും എന്താവണം? ഒരുപോലെ വരണം. If two sets are said to be equal if every element in one set is also an element in other set. ഒരു സെറ്റിലുള്ള എല്ലാ എലിമെന്റുകളും എന്താണ്? മറ്റേ സെറ്റിലും ഉണ്ടാവണം. പ്രശ്നമില്ലല്ലോ. ഡെഫിനിഷൻ ആയിട്ട് എഴുതിയിരിക്കുക. അങ്ങനെയുള്ള ഡെഫിനിഷൻസ് ഒന്നും എന്ത് ചെയ്യണമെന്നില്ല, ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഫൈനൈറ്റിന്റെ ഇൻഫിനൈറ്റിന്റെ ഒക്കെ ഡെഫിനിഷൻ എഴുതി അതൊന്നും പഠിക്കണമെന്നില്ല. നമുക്ക് കാര്യം ചെയ്യാറിഞ്ഞാൽ മതി. എഴുതാം. Two sets A and B are said to be equal. Two sets capital A and B are said to be equal. രണ്ട് സെറ്റുകൾ എന്താണ്? ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ if every element of A is also an element of B, and every element of B is also an element of A. അതായത് എയിലുള്ള എല്ലാ എലിമെന്റുകളും എവിടെ ഉണ്ടാവണം? ബിയിൽ ഉണ്ടാവണം. ബിയിലുള്ള എല്ലാ എലിമെന്റുകളും എവിടെ ഉണ്ടാവണം? ബിയിലുള്ള എല്ലാ എലിമെന്റുകളും എവിടെ ഉണ്ടാവണം? എയിൽ ഉണ്ടാവണം. എയിലുള്ള എല്ലാ എലിമെന്റുകളും ബിയിലും ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ചെറിയൊരു എക്സാമ്പിൾ വെറുതെ മാർക്ക് ചെയ്ത് വയ്ക്കാം. എക്സാമ്പിൾ സെറ്റ് എയിലുള്ള ആളുകളാണ് 1, 2, 3, 4. സെറ്റ് ബിയിലുള്ള ആളുകളാണ് 2, 1, 4, 3. ഈ രണ്ട് സെറ്റും ഈക്വൽ അല്ലേ മക്കളെ? ഓർഡർ മാറ്റിയിട്ട് എഴുതിയാണ്. ഓർഡറിന് പ്രാധാന്യം ഉണ്ടോ? ഇല്ല. ഇവിടെ 1 ഉണ്ട്, അത് ഇവിടെ ഉണ്ട്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പൊ എല്ലാ സ്ഥലത്തും എന്താണ് ഉള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എന്ത് എഴുതാം? സെറ്റ് എ എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആണ്, സെറ്റ് ബിയോട് ഈക്വൽ ആണ്. സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ബി. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് തുടങ്ങാം? എലിമെന്റുകൾ തുടങ്ങാം അല്ല, എക്സാമ്പിൾ തുടങ്ങാം. എക്സാമ്പിൾ 7 എഴുതാം. എക്സാമ്പിൾ 7 അപ്പൊ നാളെ വരുമ്പോൾ ഇന്ന് ചെയ്യുന്ന കണക്കുകളൊക്കെ എഴുതി പഠിച്ച് വരണം കേട്ടോ. എക്സാമ്പിൾ 7 find the pairs of equal sets if any given reason. Example 7 find the pairs of equal sets. താഴെ കുറെ സെറ്റുകൾ തന്നിട്ടുണ്ട്. അതിലുള്ള ഈക്വൽ സെറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തി കൊടുക്കണം. ഒരു സെറ്റിലെ എലിമെന്റ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അടുത്തത് ബി എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. x such that x greater than 15 and x less than 5. അടുത്തത് C x such that x minus 5 is equal to 0 and D x such that x square equal to 25 and E x such that x is an integral positive root of the equation. X is an integral positive root of the equation. X square minus 2x minus 15 equal to 0. അപ്പൊ എത്ര സെറ്റുകളാണ് മക്കളെ നമുക്ക് തന്നേക്കണേ? 4 സെറ്റുകൾ തന്നിട്ടുണ്ട് അല്ലേ? ഈ 4 സെറ്റുകളില് ഏതൊക്കെ സെറ്റുകൾ എന്താവും? ഈക്വൽ ആവും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഈ 4 സെറ്റുകളിൽ എന്താണ്? ഏതൊക്കെ സെറ്റുകൾ എന്താവും? ഈക്വൽ ആവും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തി കൊടുക്കണം. ഇതാണ് നമ്മുടെ പണി. കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് ചെയ്യാം അല്ലെ? എന്ത് ചെയ്യാം? ഓരോന്ന് പറഞ്ഞോ. അപ്പൊ എല്ലാത്തിനും ഏത് ഫോമിലേക്ക് ആക്കാം? എല്ലാത്തിനും ഏത് ഫോമാ? പറഞ്ഞേ. ക്രോസ് ഫോം. ഇത് ഏത് ഫോമാ?
സെറ്റ് ബിൽഡർ ഫോം. ഇതൊക്കെ എന്ത് ഫോമാ? അപ്പൊ എലമെന്റുകൾ പെട്ടെന്ന് അറിയാൻ പറ്റുമോ സെറ്റ് ബിൽഡർ ഫോമിലാണെങ്കിൽ? ഇല്ല. അപ്പൊ എല്ലാത്തിനും ഏത് ഫോമിലേക്ക് ലിസ്റ്റ് ചെയ്യാം? റോസ്റ്റർ ഫോമിലേക്ക് ലിസ്റ്റ് ചെയ്യാം. ഏത് ഓർഡറിൽ എഴുതാം? ഏത് പറയണത് ഏതാ? 0. 0 എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ് കേട്ടോ. പിയിൽ വരുന്ന എലമെന്റുകൾ ഏതാ? പറഞ്ഞേ, എന്താ പിയുടെ കണ്ടീഷൻ? ഒന്ന് പറഞ്ഞേ, പിയിലുള്ള എലമെന്റുകളുടെ കണ്ടീഷൻ എന്താ? എക്സ് ഏതിനേക്കാളും വലുതാവണം, 15നേക്കാളും വലുതാവും വേണം, പിന്നെ 5നേക്കാളും ചെറുതാവും വേണം. അങ്ങനെ ഒരു നമ്പർ പറഞ്ഞ സാധനം 15നേക്കാളും വലുതും 5നേക്കാളും ചെറുതുള്ള നമ്പർ 6. 5നേക്കാളും ചെറുതാണോ? അല്ലല്ലോ. അങ്ങനെ നമ്പർ പറഞ്ഞ് ജെനിഫർ 0. 5നേക്കാളും എന്താണ്? ചെറുതാണ് അല്ലേ? പക്ഷെ ഇതിനാളും വലുതാവണം. 0 15നാളും വലുതാണോ? ആ നമ്പർ ഇല്ലല്ലോ. അങ്ങനെ ഒരു നമ്പർ ഉണ്ടാവോ? ഒന്ന് ആലോചിക്കേ. 15നേക്കാളും വലുതും ആലോചിക്കേ. 15നേക്കാളും വലുതും 5നേക്കാളും ചെറുതുമായിട്ടുള്ള ഒരു നമ്പർ ഉണ്ടാ? അവർക്ക് പറഞ്ഞേ ഇല്ല. അപ്പൊ അതിലെ എലമെന്റ് ഉണ്ടാ? ആ സെറ്റിൽ എലമെന്റ് ഉണ്ടാ? അപ്പൊ അത് എന്ത് സെറ്റാ? എംപ്റ്റി സെറ്റ്. എംപ്റ്റി സെറ്റിന്റെ വേറെ പേരുകൾ എന്താ? നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് ആണോ? എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 0 ഇട്ടിട്ട് ഒരു വെട്ട് അല്ലേ? അതായത് അതിൽ എന്തില്ല? എലമെന്റുകളൊന്നും തന്നെ ഒന്ന് ഓർക്കെ പറയണ. എലമെന്റുകളൊന്നും തന്നെ ഇല്ല. 5 എങ്ങനെ റീഡ് ചെയ്യാനെ? 5 എന്നാണ് റീഡ്. അപ്പൊ ബി റീഡ് ചെയ്യാം. സി പറഞ്ഞേ, ആദ്യത്തെ പറഞ്ഞ സിയിലെ ഏതൊക്കെ എലമെന്റുകൾ വരും? എക്സ് - 5 ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണം. ആ സാധനമാണ് എക്സ്. അപ്പൊ ഏതാ? 5 അല്ലേ? ആണോ? എക്സ് - 5 എത്ര കിട്ടണം? 0 കിട്ടണം. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര വരിക? 5. അപ്പൊ സിയിലുള്ള എലമെന്റ് ഏതാ? 5. ടിയിലുള്ള എലമെന്റുകൾ ഏതാ? അപ്പൊ എന്താ പറഞ്ഞു? മിജോ എക്സ് സ്ക്വയർ 25 ആവണം. 5ന്റെ സ്ക്വയർ ഏതാ? 25 ആണ് അല്ലെ? 5 വരും. മിജോ പറഞ്ഞ ശരിയാണ്. വേറെ ഏതെങ്കിലും ഉണ്ടോ മിജോ? ഒരു സാധനം കൂടി ഏതാ? -5ന്റെ സ്ക്വയർ എന്താ? -5ന്റെ സ്ക്വയർ എത്രയാ? നാച്ചുറൽ നമ്പർ വേണമെന്ന് പറഞ്ഞെന്താ? ഇല്ല. എക്സ് സ്ക്വയർ ചെയ്ത് എത്ര കിട്ടിയാൽ മതി? അവർക്ക് പറയേ 25 കിട്ടിയാൽ മതി. അപ്പൊ ഒന്നല്ലെങ്കിൽ 5 അല്ലെങ്കിൽ എന്താ? -5. അപ്പൊ അതിൽ എത്ര എലമെന്റുകൾ വരും? 2 എലമെന്റുകൾ വരും. 5ഉം വരും. അവർക്ക് പറഞ്ഞേ -5ഉം വരും. ഇനി ഏതാ? ഈ എന്താ പറയുന്നത്? ഈ ഇക്വേഷന്റെ എന്ത്? റൂട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സൊല്യൂഷൻ. നമ്മൾ ചെയ്താണല്ലോ, എക്സാമ്പിൾ 1 ചെയ്താണോ? ആ ഇക്വേഷന്റെ സൊല്യൂഷൻ. എങ്ങനെയുള്ള സൊല്യൂഷൻ? പോസിറ്റീവ് ആയിട്ടുള്ള ഇന്റഗ്രൽ സൊല്യൂഷൻ. അതിന് കാര്യം ചെയ്യാം. ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയാ കാണാം? അവിടെ ശ്രദ്ധിക്കട്ടാ. ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ എക്സാമ്പിൾ 1 ചെയ്തു. എങ്ങനെ ചെയ്തേ? -b + or -√b² - 4ac/2. എപ്പോഴും അത് ചെയ്യാന്നുള്ള ബുദ്ധിമുട്ടല്ലടാ, കുറച്ച് മെനക്കെടല്ലേ? അതിന് വേറൊരു മെത്തേഡ് കൂടി ഷോർട്ട് ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കാൻ സംസാരിക്കല്ലേ. 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? -15. 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? -2 കിട്ടണം. -2 കിട്ടണം. ഏതൊക്കെയാ സംഖ്യകൾ? ആലോചിച്ച് നോക്കി. 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -15 കിട്ടണം. -15 കിട്ടണമെങ്കിൽ 15 കിട്ടാനുള്ള നമ്പറുകൾ ഏതൊക്കെയാ? 1 15. 15 കിട്ടില്ലേ? മൾട്ടിപ്ലൈ ചെയ്താ. പിന്നെ ഏതാ? 5ഉം 3ഉം. പിന്നെ വല്ലതും ഉണ്ടാ? ഇല്ല. പിന്നൊന്നുമില്ല. അപ്പൊ ഒന്ന് അറേഞ്ച് ചെയ്ത് ഏതൊക്കെ നമ്പർ? ഒന്നും മാറ്റിയെടുക്കാൻ പറ്റുമോ? ഒന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ഒന്നും 15 കിട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. പക്ഷെ കൂട്ടുമ്പോഴോ കുറയ്ക്കുമ്പോഴൊക്കെ -2 കിട്ടും. കുറച്ച് പറയടാ. അടിയിലോ 5 3 15 കിട്ടോ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോ കിട്ടും. പക്ഷെ നമുക്ക് 15 ആണോ വേണ്ടത്? അല്ല, നമുക്ക് വേണ്ടത് എന്താ? -15. അപ്പൊ ഈ 5നോ 3നോ നമ്മൾ എന്തിട്ട് കൊടുക്കണം? മൈനസ് ഇട്ട് കൊടുക്കണം. കൂട്ടുമ്പോ എത്ര കിട്ടണം? -2 കിട്ടും വേണം. അപ്പൊ 5 മൈനസ് ഇട്ട് കൊടുത്തു 3ന്. കണ്ടോ? അപ്പൊ ഉത്തരം കൂട്ടുമ്പോ -5 + 3 എത്രയാ? ഒക്കെ പറയും -2 അല്ലെ? തിരിച്ചാണെങ്കിലോ, അതായത് ഇപ്പൊ മാഷ 5ന് പ്ലസ് -3. അപ്പൊ എന്ത് പ്ലസ് കിട്ടുക? അല്ലെ, എന്ത് രൂപ കിട്ടുക? പോസിറ്റീവ് രൂപ കിട്ടുക. അപ്പൊ ഏതൊക്കെ നമ്പറുകളാ വരിക? -5ഉം
-5 -3 ആണോ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോ -5 +3 ആണെങ്കിലാണ് എന്ത് കിട്ടുക? പറയേ -15. ആഡ് ചെയ്യുമ്പോ -5 +3 ചെയ്താലാണ് എന്ത് കിട്ടുക? ഇതെടുക്കാൻ പറ്റുമോ? ഇതെടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് എടുക്കാൻ പറ്റാത്ത? 5 -3 ചെയ്യുമ്പോൾ എത്ര കിട്ടുക? പോസിറ്റീവ് 2. നമുക്ക് അതാണോ വേണ്ടത്? അല്ല, ഇനിയിപ്പോ അങ്ങനെ ചെയ്യണം, സ്പീഡാണോ? കുഴപ്പമില്ലല്ലോ. അപ്പൊ ഉത്തരങ്ങൾ ഏതാ? -5 +3. അപ്പൊ അത് എങ്ങനെ എഴുതാന്ന് അറിയുമോ? x² - 2x - 15 = എത്ര? നമ്മൾ കണ്ടുപിടിച്ച നമ്പറുകൾ ഏതൊക്കെയാ? അപ്പൊ എങ്ങനെ എഴുതണ്ടേ? x - 5 x + 3 ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? അങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്യുക. അപ്പൊ x - 5 0 ആവാം. അപ്പൊ x ന്റെ ഉത്തരം എത്ര വരിക? 5. അല്ലെങ്കിൽ x + 3 എത്രയാവാം? 0 ആവാം. അപ്പൊ x ന്റെ ഉത്തരം എത്ര വരിക? -3. അപ്പൊ ഏതാ ഉത്തരം? 5 -3. അങ്ങനെ കറങ്ങിയിട്ടാണ് അത് വരിക, മറന്നിട്ടാ വരിക. ഐഡിയ കിട്ടിയ? എപ്പോഴും ബി സ്ക്വയർ വെച്ചിട്ട് 2 മാർക്കിന്റെ ചോദ്യം ചെയ്യാതിരിക്കും എളുപ്പം ആണോ? അല്ല. 1-2 പ്രാക്ടീസ് ചെയ്യാം അതിന് മുൻപ്. അപ്പൊ ഏതൊക്കെ ഉത്തരങ്ങളാ വന്നേക്കണായിരിക്കും? 5 ഏതെടുക്കാം? നമ്മുടെ സെറ്റിലേക്ക് ഏതെടുക്കാം? 5 -3 മാഷ് ഈരിക്ക് എഴുതണോ? പറയേ, വേണോ? ഏതെഴുതണ്ടേ? ഒക്കെ പറഞ്ഞേ. 5 -3 5. എന്തുകൊണ്ടാ? പോസിറ്റീവ് റൂട്ട് മാത്രം. അപ്പൊ ഈല 4 മാത്രമേ വരുള്ളൂ, 5 മാത്രമേ വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഫാക്ടറൈസ് ചെയ്യുന്നത് കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. കൺഫ്യൂഷൻ. അത് പ്രാക്ടീസ് ചെയ്യണം. ത്രൂ പ്രാക്ടീസ് ആണ് ശരിയാവുക. ഇനി ബി സ്ക്വയർ എപ്പോഴും ചെയ്യാനായിട്ട് എന്താ നിൽക്കണ്ട അല്ലെ? എപ്പോഴും ബി സ്ക്വയർ ചെയ്യണ്ട മക്കളെ. ഇതൊന്ന് സോൾവ് ചെയ്തത് എന്തായി? ഇത് സോൾവ് ചെയ്തത് ഏതൊക്കെ നമ്പറുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോഴും ബി സ്ക്വയർ ചെയ്യണ്ട. ഇനി ഇടയ്ക്കിടയ്ക്ക് വരുമോ പ്രാക്ടീസ്. അപ്പൊ 2 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എത്ര കിട്ടണം? എന്ത് 6 ആ? പോസിറ്റീവ് 6. 2 നമ്പർ ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടണം? 2 നമ്പർ ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടണം? -5 കിട്ടണം. എത്ര കിട്ടണേ? കണ്ടുപിടിച്ച് പറഞ്ഞു. ഏതൊക്കെ നമ്പറുകൾ എടുത്ത് അങ്ങനെ ഫാക്ടറൈസ് ചെയ്യും? കിട്ടിയ എൽസയ്ക്ക് കിട്ടിയ എൽസ പറഞ്ഞേ. -3 -2. അപ്പൊ അത് എങ്ങനെ എഴുതുന്നുണ്ട് നമ്മള്? x - 3 into x - 2 = 0. അപ്പൊ -2 -3 ആഡ് ചെയ്യുമ്പോ എത്രയാ? -5. -3 into -2 ചെയ്യുമ്പോ എന്ത് കിട്ടും? മൾട്ടിപ്ലൈ അറിയില്ലേ? -3 into -2 ചെയ്യുമ്പോ എന്ത് കിട്ടും? പോസിറ്റീവ് 6 കിട്ടും. അപ്പൊ ഉത്തരങ്ങൾ ഏതൊക്കെയാ വരിക? x = 3 0 ആക്കിയിട്ട് x - 3 = 0. അപ്പൊ x = എത്രയാ? 3. x - 2 = 0. അപ്പൊ x = എത്രയാ? 2. ശരിയല്ലേ? അപ്പൊ അങ്ങനെ വേണം നമ്മളത് പ്രാക്ടീസ് ചെയ്യാൻ. ഒന്നുകൂടെ നോക്കാം. കണ്ടുപിടിച്ചേ ശരിയാ കേട്ടോ. ഇതാ സെറ്റ് ചെയ്താന്ന് വെച്ചാൽ കിട്ടിയോ? പറഞ്ഞോ. ഏതൊക്കെ നമ്പറുകൾ? x - 2 x - 4 കറക്റ്റ് ആണ്. അപ്പൊ x ന്റെ വാല്യൂ ഒന്നല്ലെങ്കിൽ 2 അല്ലെങ്കിൽ x ന്റെ വാല്യൂ എത്രയാ? സ്പീഡായ. ഇനി എപ്പോഴും ക്വാഡ്രാറ്റിക് ചെയ്യണം വേണമെന്നില്ല, ഒരെണ്ണം ചെയ്യാം.
സെറ്റ് ചെയ്യാം. ആ മക്കളെ കിട്ടിയ മനസ്സിലാവുന്നില്ലേ? സെറ്റ് ചെയ്തേ. കിട്ടിയോ? പറഞ്ഞോ ദിശേ, കറക്റ്റ് നോക്കാം നമുക്ക്. ആ നെഗറ്റീവ് എക്സ് മൈനസ് എക്സ് പ്ലസ് 6 എക്സ് മൈനസ് 4. അപ്പൊ ഒരു പ്രശ്നം കേട്ടോ, ആ പ്ലസ് 6 പ്ലസ് 4 ഇടുമ്പോ പ്ലസ് 2 അല്ലേ വരിക? നമുക്ക് എന്ത് 2 വേണ്ടേ? നെഗറ്റീവ് 2 അല്ലേ വേണ്ടേ? അപ്പൊ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യും. പ്ലസ് 6, അതായത് ഇതില് ചെയ്യുമ്പോഴാണ് ഈ വാല്യൂസ് കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ നോക്കൂ, നമ്മള് ഇവിടെ -3 -2 വന്നപ്പോഴാണ് -5. അത് പുറത്തേക്ക് വരുമ്പോ വേറെ സൊല്യൂഷൻ ആവും. പിടിയോ പറഞ്ഞത്? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എക്സ് മൈനസ് ആണ്, എക്സ് പ്ലസ് 4 അല്ലേ? മനസ്സിലായോ? അപ്പോ -6 പ്ലസ് 4 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? -2 കിട്ടുക അല്ലെ? ആലോചിച്ച് മനസ്സിലായോ? പറഞ്ഞത് മറ്റാണ്, ഇതൊന്ന് കാണിക്കണം അല്ലേ? പുറത്തേക്ക് എടുക്കുമ്പോ എന്ത് വരും? ഫൈനൽ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു ഫൈനൽ ഉത്തരാണോ പറഞ്ഞിരിക്കോ? ഫൈനൽ ഉത്തരാണെങ്കിൽ കറക്റ്റ് ആണ്. എക്സ് ഈക്വൽ ടു 6 എക്സ് ഈക്വൽ ടു എത്രയാണ്? സൊല്യൂഷൻ ആണ് പറഞ്ഞത്. വെരി ഗുഡ്. എക്സ് ഈക്വൽ ടു 6 എക്സ് ഈക്വൽ ടു -4. ഐഡിയ മനസ്സിലായ? ഇനി ബി സ്ക്വയർ ചെയ്യോ? പെട്ടെന്ന് ചെറുതൊക്കെ വന്ന പെട്ടെന്ന് ചെയ്തൂടെ? ഐഡിയ കിട്ടിയോ? അങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് ഇതൊന്നുമല്ല ചെയ്യണ്ടേ, നമുക്ക് വേറെ സാധനം ചെയ്യണ്ടല്ലേ? നമ്മുടെ ചോദിച്ചെന്താ, ഈ തന്നിട്ടുള്ള പേരുകളിൽ ഏതൊക്കെ പേരാണ് എന്താവുക? ഈക്വൽ സെക്സ് ആവാന്ന് ചോദ്യം. അതാണ് തന്നിട്ടുള്ള പേരുകളിൽ എന്താണ്, ഏതൊക്കെയാണ് ഈക്വൽ സെക്സ് ആവുക? എനോട് ഈക്വൽ ആവുന്ന സെറ്റ് ഉണ്ടോ നോക്കിയേ? എ ബിനോട് ഈക്വൽ ആവോ? എ ബിനോട് ഈക്വൽ ആവോ? ആവില്ല കേട്ടോ, ആവില്ല. കിട്ടിയ ഏത് പറഞ്ഞ സെറ്റിലുള്ള എലമെന്റ് ആണ് ആര്? 0. ബി എന്ന് പറഞ്ഞ സെറ്റിലെ എലമെന്റ് ഉണ്ടോ? ഇല്ല. നമ്മൾ 0 എലമെന്റ് കരുതരുത്. 0 ഈസ് എ എലമെന്റ്. അപ്പൊ എ ബിയോട് ഈക്വൽ ആവോ? പറയേ, എ ബിയോട് ഈക്വൽ ആവോ? ഇല്ല. എ സിയോട് ഈക്വൽ ആവോ? ഇല്ല. ആവോ? എങ്ങനെ ഈക്വൽ ആവോ? ഏഴിലുള്ള എല്ലാ ആൾക്കാരും എവിടെ ഉണ്ടാവണം? സിയിൽ ഉണ്ടാവണം. സിയിലുള്ള എല്ലാ ആൾക്കാരും എവിടെയും ഉണ്ടാവണം. അങ്ങനെ പറഞ്ഞോ. ഈക്വൽ സെക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എവരി എലമെന്റ് ഇൻ ദ എ ഈസ് ഇൻ എവിടെയാ? ബി. അങ്ങനെ പറഞ്ഞ നിർത്താണോ? ഇത് നല്ലൊരു സ്റ്റേറ്റ്മെന്റോടെ എഴുതി. എന്താ? എവരി എലമെന്റ് ഓഫ്, പറയേ, എവരി എലമെന്റ് ഓഫ് ബി ഓൾസോ ഇൻ എലമെന്റ് സെറ്റ് എ. അപ്പൊ നോക്കിയേ, മാഷ് ഒരു സെറ്റ് എഴുതാം. എ 1 2 3. വേറെ സെറ്റ് എഴുതി. മഴ പെയ്യുമ്പോ അതിന്റെ ഉള്ളിൽ 1 2 3 4. ഇത് രണ്ട് ഈക്വൽ സെറ്റ് ആവും. ഈക്വൽ സെറ്റ് ആവും? അല്ല. സംഭവിക്കാനുള്ള എല്ലാവരും എവിടെയുണ്ട്? സംഭവിക്കാനുള്ള എല്ലാവരും എവിടെയുണ്ട്? ബിയിലുണ്ട്. പക്ഷെ ബിയിലുള്ള എല്ലാവരും എവിടെയുണ്ട? ഇല്ല. അപ്പൊ അത് ഈക്വൽ സെറ്റ് ആവോ? ഐഡിയ മനസ്സിലായ? ഇവിടെ ഉണ്ടാവണം കേട്ടോ. അപ്പൊ എ സിയോട് ഈക്വൽ ആവോ? ഇല്ല. എ ബിയോട് ഈക്വൽ ആവോ? ഇല്ല. എ ബിയോട് ഈക്വൽ ആവോ? ഇല്ല. ബി സിയോട് ഈക്വൽ ആവോ? ബി സിയോട് ഈക്വൽ ആവോ? ബി സിയോട് ഈക്വൽ ആവോ? ഇല്ല. സി സിയോട് ഈക്വൽ ആവോ? ഇല്ല. സി സിയോട് ഈക്വൽ ആവോ? ഈക്വൽ ആവോ അല്ലേ? സിയും ഇയും എന്താണ്? ഈക്വൽ സെക്സ് ആണ്. അപ്പൊ അതിൽ അത് മാത്രമല്ല ഈക്വൽ ആയിട്ട് വന്നത്. അപ്പൊ എന്തെങ്കിലും ഓൺലി സി ആൻഡ് ഇ ആർ എന്താണ്? ഈക്വൽ സെക്സ്. ഇതാണ് ഓൺലി സി ആൻഡ് ഇ ആർ ഈക്വൽ സെക്സ്. സിയും ഇയും മാത്രമാണ് അവിടെ എന്തായിട്ടുള്ളത്? ഈക്വൽ സെക്സ് ആയിട്ടുള്ളത്. സിയും ഇയും മാത്രമാണ് അവിടെ എന്തായിട്ടുള്ളത്? ഈക്വൽ സെക്സ് ആയിട്ടുള്ളത്. ഓൺലി സി ആൻഡ് ഇ ആർ ഈക്വൽ സെക്സ്.
അടുത്ത് നോക്കാം. എക്സാമ്പിൾ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്സ് ആർ ഈക്വൽ? വിച്ച് ഓഫ് ദ following pairs of sets are equal? ഫസ്റ്റ് ഒരു പെയർ ആയിട്ട് തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്ന സെറ്റാണ്. എക്സ് is equal to x such that x is a letters of the word alloy. Y എന്ന് പറയുന്നത് letters of the word loyal. ഓരോന്നായിട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഇത് ഈക്വൽ ആണോ അല്ലേ എന്നുള്ളത് പരിശോധിച്ചേ. അപ്പൊ ഇത് ഈക്വൽ ആണോ അല്ലയോ എന്ന് അറിയാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, രണ്ടിന്റെ എലമെന്റുകൾ ലിസ്റ്റ് ചെയ്യുക. സെറ്റ് ബിൽഡറിനെ എന്തൊക്കെ ചെയ്ത പ്രോസസ് ഫോമിലേക്ക് എഴുതുക. അപ്പൊ എക്സിലുള്ള എലമെന്റുകൾ ഏതാ? തന്നെ ചെയ്യോ? തന്നെ സെറ്റ് ചെയ്ത് നോക്കി, കിട്ടുമോ നോക്കി. ചെയ്യാവുന്നേ ഉള്ളൂ, എളുപ്പമാണ്. ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾ പറയുക കേട്ടോ, ക്ലാസ് എടുക്കണ കാര്യം പറയാറുണ്ടോ? ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളാം. കിട്ടിയോ? ഈക്വൽ ആണ് അല്ലേ. ഏതൊക്കെ എലമെന്റുകളാണ് വരുന്നത്? എ വരുന്നുണ്ട് എക്സൽ അല്ലേ, എൽ വരുന്നുണ്ട്, ഒ വരുന്നുണ്ട്, വൈ വരുന്നുണ്ട്. വൈയിൽ ഏതൊക്കെ വരും? ലോയൽ എന്ന് പറയുമ്പോൾ എൽ വരുന്നുണ്ട്, ഒ വരുന്നുണ്ട്, വൈ വരുന്നുണ്ട്, എ വരുന്നുണ്ട്. രണ്ടിലുള്ള എലമെന്റുകൾ ഈക്വൽ അല്ലേ. ഓർഡർ പ്രശ്നം ഉണ്ടാ ഇല്ല. Therefore, x and y are equal sets. X and y are equal sets. X and y എന്താണ്? Equal sets ആണ്. X and y are equal sets. അടുത്തത് മനസ്സിലായിട്ട് എഴുതോട്ടാ. A എന്ന് പറഞ്ഞ സെറ്റ് A equal to set of all n such that n belongs to capital set. Set എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. And n square less than or equal to 4. ഇതാണ് ഒരു സെറ്റ്. അതേസമയം B എന്ന് പറയുന്ന ഒരു സെറ്റ് കൂടെ വരുന്നുണ്ട്. B x such that x belongs to real numbers and x square minus 3x plus 2 equal to 0 ആവും വേണം. ആലോചിച്ച് ചെയ്യാട്ടോ. ഇതൊക്കെ വിട്ട് തന്നിരിക്കുകയാണ് ഈ ചോദ്യം. സെറ്റ് ചെയ്തേ.
എന്തായി എലിമെന്റുകൾ കിട്ടിയോ? സെറ്റ് ആണ് കേട്ടോ. ആദ്യത്തേല് ഇന്റീജേഴ്സ് ആണ് വേണ്ടത്, രണ്ടാമത്തേല് റിയൽ നമ്പേഴ്സ് ആണ്. നിങ്ങൾക്ക് നോക്കിയിട്ട് ഇപ്പോൾ പറയാം. എ കിട്ടിയോ? എയിൽ എഴുതാൻ പറ്റുന്ന എലിമെന്റുകൾ ഏതൊക്കെയാ പറഞ്ഞ മാഷക്ക്? എയിൽ ഏതൊക്കെ എലിമെന്റുകൾ എഴുതാം? നിങ്ങൾ ചെയ്താട്ടാ പറഞ്ഞേ, ഏതൊക്കെ എഴുതാം? -2 കറക്റ്റ് ആണ്. -2 പിന്നെ -1 പിന്നെ 0 പിന്നെ 1 2 കറക്റ്റ് ആണ്. വേറെ എഴുതാൻ പറ്റുമോ? പക്ഷേ വേറെ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റീജേഴ്സ് ആണ് അല്ലേ? ഇന്റീജേഴ്സ് ആണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, -3 എഴുതാൻ പറ്റില്ലല്ലോ അല്ലെ? കാരണം എന്താ, n² ആണ്, ചെറുതല്ലേ. അപ്പൊ ഏഴ് വരുന്ന എലിമെന്റുകൾ ഏതൊക്കെയാ? -2, -1, 0, 1, 2. ബിയില് വരുന്ന എലിമെന്റുകൾ ഏതൊക്കെയാ? പറഞ്ഞേ. കിട്ടിയോ? നേരത്തെ മെത്തേഡിൽ കിട്ടിയോ? b² വെച്ച് ചെയ്യാണ്ട് സോൾവ് ചെയ്ത് കിട്ടിയോ ടീന? നോക്ക്, രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടണം? 2 കിട്ടണം. ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടണം? ഏതൊക്കെ നമ്പറുകൾ നോക്കടി. അപ്പൊ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 2 കിട്ടണം. ഏതൊക്കെ നമ്പറുകളാ? 2ഉം 1ഉം. വെരി ഗുഡ്. അപ്പൊ 2ഉം 1ഉം എടുക്കാം. സൊല്യൂഷൻ അല്ലല്ലോ പറയുന്നത്, ഫാക്ടറൈസ് ചെയ്യുന്ന കാര്യമാണ് മാഷ് സംസാരിക്കുന്നത് കേട്ടോ. അതായത് x² - 3x + 2 = 0. അപ്പൊ ഇവിടെ എത്ര എഴുതേണ്ടത് നമ്മള്? x +2 എഴുതണോ -2 എഴുതണോ? -2 അല്ലേ? കാരണം എന്തുകൊണ്ടാ? -2 + -1 ചെയ്താലാണ് കൂട്ടുമ്പോ നിങ്ങൾക്ക് എത്ര കിട്ടുള്ളൂ? ഒക്കെ പറയടാ, -3 കിട്ടുള്ളൂ. അപ്പൊ എന്താ എഴുതണ്ടേ? x - 2 × x - 1. അത് പുറത്തേക്ക് ഇറക്കുമ്പോ എത്രയാ ഉത്തരങ്ങള്? 2ഉം 1ഉം. ക്ലിയർ അല്ലേ? ക്ലിയർ ആവണം കേട്ടോ. എനിക്ക് ചെയ്യാൻ പറ്റണേ. ഇനി അരമാർക്കിന്റെ ചോദ്യത്തിലൊക്കെ അത് മുഴുവൻ ചെയ്തിട്ടുണ്ടാക്കാൻ എളുപ്പമാണോ? അല്ല, സമയം പോക്കാം. അപ്പൊ അത് പ്രാക്ടീസ് ആക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എന്താ വന്നേ അവിടെ? 1ഉം 2ഉം. നിങ്ങൾ പറഞ്ഞപ്പോ ഈ രണ്ട് സെറ്റുകൾ ഈക്വൽ ആണോ അല്ലയോ? ആദ്യം സംസാരിക്കില്ലേ? ഇവിടെ ശ്രദ്ധിക്ക്. പറഞ്ഞോളൂ. ഏതാ? ഏതില്? ഇന്റീജർ മാത്രമേ പറ്റുള്ളൂ. 1ഉം 2ഉം ഒക്കെ എഴുതാം. 1ഉം 2ഉം ഒക്കെ ഇന്റീജേഴ്സ് അല്ലേ? ഇന്റീജർ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ വരുന്ന നമ്പറുകളാണ്. കംപ്ലീറ്റ് ആയിരിക്കണതേ ഉള്ളൂ. -9 അങ്ങനെ വരുള്ളൂ തന്നെ. -7 -6 -5 1 0 1 2 3 ഒക്കെ എഴുതാം. അങ്ങനെയുള്ള കംപ്ലീറ്റഡ് ആയിട്ടുള്ള നമ്പറുകളാണ് എന്ന് പറയുന്നത് ഇന്റീജേഴ്സ് പറയുന്നത്. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? പോയിന്റ് ഒക്കെ വരും. 1 വരും. 1.1 വരും. 1.1 ഇന്റീജർ ആണോ? അല്ല. 1 കഴിഞ്ഞപ്പോൾ ഏത് ഇന്റീജർ ഉള്ളൂ? 2 ഉള്ളൂ. 2 കഴിഞ്ഞാലോ 3 ഉള്ളൂ. -1 ഇന്റീജർ ആണോ? ആണ്. നമ്മൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാറില്ല. ശരി, -1 -2 അങ്ങനെയല്ല നമ്മൾ മാർക്ക് ചെയ്യാറ്. ആ നമ്പറുകളാണ് എന്ന് പറയുന്നത് ഇന്റീജേഴ്സ് എന്ന് പറയുന്നത്. അതിൽ പ്രശ്നമില്ല. 1 ഉം 2 ഒക്കെ എഴുതും. 1 ഉം 2 ഉം 3 ഒക്കെ എന്താണ്? 1 എന്ന് പറയുന്ന നമ്പറുകൾ എന്താ? നാച്ചുറൽ നമ്പർ. 0 എന്ന് പറയുകയാണെങ്കിൽ എന്ത് നമ്പേഴ്സ്? ബോൾ നമ്പേഴ്സ്. സംശയങ്ങൾ ചോദിക്കാം, കുഴപ്പമില്ലല്ലോ. ക്ലിയർ അല്ലേ? അടുത്ത് എഴുതാം. എക്സസൈസ് 5.2. Exercise 5.2, question number 1. Exercise 5.2, question number 1. എഴുതാം. Which of the following are examples of the null set? Which of the following are examples of null set? Question number 1. അപ്പൊ ഓരോരോ സെറ്റുകൾ മാഷ് വായിക്കാം. അത് നൾ സെറ്റ് ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പൊ എന്താ? ആ സെറ്റിൽ വരുന്ന എലമെന്റുകളെ മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യുക? ലിസ്റ്റ് ചെയ്യുക. എലമെന്റ് ഒന്നും ഇല്ലെങ്കിൽ വേഗം പറയടാ. എലമെന്റ് ഒന്നും ഇല്ലെങ്കിൽ നൾ സെറ്റ് ആണ്. എലമെന്റുകൾ ഉണ്ടെങ്കിൽ എന്തല്ല? നൾ സെറ്റ് അല്ല. നൾ സെറ്റിന്റെ മറ്റൊരു പേരെന്താ? എംപ്റ്റി സെറ്റ്. അല്ലെങ്കിൽ മറ്റൊരു പേരെന്താ? വോയിഡ് സെറ്റ്. എഴുതാം. സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. പക്ഷെ ബോർഡിൽ എഴുതുന്നില്ല കേട്ടോ. സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2.
ഏത് പേര് കൊടുക്കാം കേട്ടോ ആ സെറ്റിനെ. അത് ആദ്യം വേർഡ്സിൽ എഴുതുക. സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. എന്നിട്ട് അതിൽ വരുന്ന എലമെന്റുകളൊക്കെ ലിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചേ. അതായത് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒറ്റ സംഖ്യകൾ അല്ലേ. ദ ഓഡ് നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി ഡിവൈഡഡ് ബൈ 2. ആദ്യത്തെ ഒറ്റ സംഖ്യ ഏതാ? ഓഡ് നമ്പർ ഏതാ? 1. 1 into 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പിന്നത്തെ ഓഡ് നമ്പർ ഏതാ? 3. ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഓഡ് നമ്പറിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഈ സെറ്റിലെ എലമെന്റുകൾ ഏതെങ്കിലും ഉണ്ടാവോ? ഇല്ല. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എന്താ എഴുതാം? എ ഈക്വൽ ടു എന്താ? എ ഈക്വൽ ടു ചിഹ്നം പറയും 5. എന്താ? നൾ സെറ്റ് ആണ്. ഇതിന്റെ ചിഹ്നം എന്താ? 0.8 അല്ലേ. അപ്പൊ ഇതെന്താ? നൾ സെറ്റ് ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? നമ്മള് തൊട്ട് താഴെ എ ഈക്വൽ ടു 5 കോമിറ്റ് എഴുതാം. ദിസ് ഈസ് എ എന്താ? ദിസ് എ എംപ്റ്റി അല്ലെങ്കിൽ നൾ സെറ്റ്. എങ്ങനെയാണെങ്കിൽ എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് അല്ലെങ്കിൽ അവോയ്ഡ് സെറ്റ് എന്നൊക്കെ പറയാം. ഇറ്റ് ഈസ് എ നൾ സെറ്റ്. അടുത്തത് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 2. സെറ്റ് ഓഫ് ഈവൺ പ്രൈം നമ്പേഴ്സ്. അപ്പൊ വേർഡ്സിൽ എഴുതിക്കോട്ടെ. സെറ്റ് ഓഫ് എന്നുള്ള വേർഡ്സിൽ എഴുതിക്കോ. സെറ്റ് ഓഫ് ഈവൺ പ്രൈം നമ്പേഴ്സ്. ഇരട്ടസംഖ്യകളായിട്ടുള്ള അഭാജ്യ സംഖ്യകൾ അല്ലെ. മലയാളത്തിന്റെ ആവശ്യമില്ല. ഈവൺ ആയിട്ടുള്ള പ്രൈം നമ്പർ. ആദ്യത്തെ പ്രൈം നമ്പർ ഏതാ? 2. അത് ഈവൺ ആണോ ഓടാണോ? ഈവൺ. അപ്പൊ ഈ സെറ്റിൽ പെടില്ലേ. അപ്പൊ ഏതാ ഈ സെറ്റ്? ബി എന്ന് കൊടുത്തോ. ഈ സെറ്റിന്റെ പേര് ബി ഈക്വൽ ടു മറ്റേ ചിഹ്നം ഇടുക. അതിൽ വരുന്ന ആദ്യത്തെ എലമെന്റ് ഏതാ? 2. ക്ലോസ് ചെയ്യുക അല്ലെ. അടുത്ത ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? ഇനി വരൂ. ആകെ ഈവൺ ആയിട്ടുള്ള ഒരൊറ്റ പ്രൈം നമ്പർ ഉള്ള ഏതാ? അപ്പൊ അത് നൾ സെറ്റ് ആണോ? അപ്പൊ ധൈര്യമായിട്ട് എഴുതാം. ദിസ് ഈസ് നോട്ട് എ നൾ സെറ്റ്. കാരണം അതിൽ എന്തുണ്ട്? എലമെന്റ് ഉണ്ട്. ഓക്കെ. ദിസ് ഈസ് നോട്ട് നൾ സെറ്റ്. കാരണം അതിൽ എലമെന്റ് ഉണ്ട്. അടുത്തത് മൂന്നാമത്തെ സെറ്റ് ഓഫ് ഓൾ എക്സ് such that x is a natural number. X is a natural number. X less than 5 and x greater than 7. ഇതിൽ ഏതൊക്കെ സി കൊടുക്കുക. സി കൊടുത്തിട്ട് എലമെന്റുകൾ എഴുതാൻ ശ്രമിച്ചോ. ഏതൊക്കെ നമ്പറുകൾ വരും ഇതിൽ? സി കൊടുക്കുക. ഇതിൽ ഏതൊക്കെ നമ്പറുകൾ വരും? സി കൊടുക്കുക. ഏതൊക്കെ നമ്പറുകൾ ഇതിൽ വരുന്നു പരിശോധിക്കാം. ഏതൊക്കെ നമ്പറുകൾ വരും പറഞ്ഞേ. അർത്ഥം മനസ്സിലായില്ലേ? എക്സിന്റെ വാല്യൂ ഏതിനേക്കാളും ചെറുതാവണം? 5 ചെറുതാവണം. എക്സ് പക്ഷെ 7 വലുതാണ്. ഏത് നമ്പർ? നമ്പർ ഇല്ല. കറക്റ്റ് നമ്പർ നമ്പർ ഉണ്ടോ? 5 ചെറുതും 7 വലുതും ആവുന്ന ഒരു നമ്പർ ഉണ്ടാവോ? ഇല്ല. അപ്പൊ അത് എന്ത് സെറ്റാ? നൾ സെറ്റ് ആണ് അല്ലെ. ദിസ് ഈസ് എംപ്റ്റി സെറ്റ്. ദിസ് ഈസ് എംപ്റ്റി സെറ്റ്. അടുത്ത നാലാമത്തെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് വരുന്നത് നാലാമത്തെ. y is a point. Y such that y is a point common to any two parallel lines. രണ്ട് പാരലൽ ലൈനുകളുടെ കോമൺ ആയിട്ടുള്ള പോയിന്റ്. രണ്ട് പാരലൽ ലൈനിൽ കോമൺ ആയിട്ട് പോയിന്റ് ഉണ്ടാവോ? രണ്ട് പാരലൽ ഇങ്ങനെ പോണ രണ്ട് പാരലുകളിൽ കോമൺ ആയിട്ട് ഒരു പോയിന്റ് ഉണ്ടാവോ? ഒന്ന് പറയടാ. ഒക്കെ പറഞ്ഞേ. ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ എലമെന്റ് ഉണ്ടാവോ? അപ്പൊ അത് എന്ത് സെറ്റാ? നൾ സെറ്റ് ആണ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് ആണ്. അപ്പൊ എഴുതിക്കോട്ടെ. ചേട്ടൻ എന്തിനാ പോണെന്ന് പറഞ്ഞിരിക്കുന്ന ചേർന്നാണെങ്കിലും കണ്ടിന്യൂ പഠിക്കാനാ. സൈക്കിൾ ചേർന്നാ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. ക്രാഷിന് ചേർന്നു. എത്രയായി അറിയില്ല. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? റിസൾട്ട് വന്നോ? വന്നു. അതെന്താ
പറഞ്ഞില്ല. ചേരാൻ തുടങ്ങിയ ചേരാൻ തുടങ്ങിയ ഇല്ല. സെറ്റായ? അപ്പൊ അത് എന്താണ്? എം ടി സെറ്റ് ആണോ? അത് എം ടി സെറ്റ് അല്ലേ? അങ്ങനെ എം ടി സെറ്റ് ആണ്. അല്ലെങ്കിൽ എലിമെന്റുകളൊന്നും തന്നെ ഇല്ല. അപ്പൊ അത് കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ ചോദ്യം കിടക്കാം. ക്വസ്റ്റ്യൻ. Which of the following sets are finite or infinite? Which of the following sets are finite or infinite? Finite അതുപോലെ എന്താണ്? Infinite ആകുന്ന സെറ്റ്. Question 1. The set of months of a year. കയ്യോടെ ഒരു ഹൈഫനറ്റ് ആയിരിക്കും. ഒരു കൊല്ലത്തിലുള്ള മാസങ്ങളുടെ സെറ്റ് ഫൈനൈറ്റ് ഇൻഫിനൈറ്റ് ഫൈനൈറ്റ് ആണ്. 12 നമുക്ക് അറിയാം അല്ലെ? ആൻസർ എന്താ? ഫൈനൈറ്റ്. അടുത്തത് ഇങ്ങനെ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. 1 2 3 അങ്ങനെ ഏതാ സെറ്റ്? എന്ത് സെറ്റാ? ഇൻഫിനൈറ്റ്. അടുത്തത് 1 2 3 99 100 ഏതാ സെറ്റ്? ഫൈനൈറ്റ് ഇൻഫിനൈറ്റ് ഫൈനൈറ്റ് ഇൻഫിനൈറ്റ് ഫൈനൈറ്റ് ആണ്. കണ്ടോ? ഓടിപ്പോയിട്ട് എപ്പോഴും ഇൻഫിനൈറ്റ് ആണോ? അല്ല, ഇത് കറക്റ്റ് അറിയാം. എവിടെ വരെയുള്ളത്? 100 വരെയുള്ളൂ അല്ലെ? ഫൈനൈറ്റ്. സെറ്റ് ഓഫ് പോസിറ്റീവ് ഇന്റീജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. The set of positive integers greater than 100. ഫൈനൈറ്റ് ഇൻഫിനൈറ്റ് ആണ്. 100ന് മേലെയുള്ള പോസിറ്റീവ് ഇന്റീജറുകൾ ഏതൊക്കെയാ? ഇൻഫിനൈറ്റ് ആണ് അല്ലെ? 101 102 103 കണക്കുണ്ടായിന്. അപ്പൊ എന്താ? ഇൻഫിനൈറ്റ്. അടുത്തെന്താ? Set of prime numbers less than 99. എന്താ? 99 താഴെയുള്ള പ്രൈം നമ്പറുകൾ ഫൈനൈറ്റ് ഇൻഫിനൈറ്റ് ഫൈനൈറ്റ് ആണ്. നമ്മൾ കൃത്യം എണ്ണ അറിയാം അല്ലെ? 99 താഴെയുള്ളത്. മുകളിലുള്ള ആൻസർ എന്തായാലേ? ഇൻഫിനൈറ്റ് ആയ കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. ഓ, വീഡിയോയിൽ കാണുന്നില്ല, കറണ്ട് പോയിട്ട്. ഇത് കറണ്ട് വരാത്തല്ലേ? ആക്കട്ടെ. അടുത്ത 3 ഇത് തന്നെ. Which of the following sets are finite or infinite? മൂന്ന് ഇത് തന്നെ സാധനം കേട്ടോ. Which of the following sets are finite or infinite? പക്ഷെ എഴുതുന്നില്ല, വായിക്കാം കേട്ടോ. എഴുതിയാൽ മതി. So question 1. The set of lines which are parallel to the x-axis. The set of lines which are parallel to the x-axis. എന്താ വരിക? എക്സ് ആക്സിസിനോട് പാരലൽ ആയിട്ടുള്ള ലൈനുകളുടെ സെറ്റ്. ഫൈനൈറ്റ് ഇൻഫിനൈറ്റ്. എക്സ് ആക്സിസിനോട് പാരലൽ ആയിട്ട് നിങ്ങൾക്ക് എത്ര ലൈൻ വരയ്ക്കാം? കുറെ വരയ്ക്കാം അല്ലെ? കണക്കുണ്ടോ അതിന്? ഇല്ല. അപ്പൊ ഫൈനൈറ്റ് ഇൻഫിനൈറ്റാ? ഇൻഫിനൈറ്റ്. So question 2. The set of letters in the English alphabet. The set of letters in the English alphabet. ഫൈനൈറ്റാ ഇൻഫിനൈറ്റാ? ഫൈനൈറ്റ്. അടുത്തത് the set of numbers which are multiple of 5. 5ന്റെ മൾട്ടിപ്പിൾസ്.
The set of numbers which are multiple of 5 എന്താ വരിക? ഇൻഫിനൈറ്റ്. കാരണം 5ന്റെ മൾട്ടിപ്പിൾസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? അടുത്തത് the set of animals living in the world. The set of animals living in the world. The set of animals living in the world. എന്താ? ഫൈനൈറ്റ് ഇൻഫിനൈറ്റാ? ഭൂമിയിലുള്ള മൃഗങ്ങൾക്ക് കണക്കുണ്ടാവും. നമുക്കിപ്പോൾ എണ്ണ എടുത്തിട്ടില്ലെങ്കിലും അതിന് എന്തുണ്ടാവും? ഒരു എണ്ണ ഉണ്ടാവുമല്ലോ. ഇൻഫിനൈറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമോ? ഇല്ല. ഭൂമിയിലുള്ള മൃഗങ്ങൾക്ക് ഒരു കണക്കുണ്ടാവും അല്ലേ? ഒരു മിനിമം നമ്പർ ഉണ്ടാവില്ലേ? മനസ്സിലായില്ല? അതായത് ഒരു എണ്ണ ഉണ്ടാവുമല്ലോ. ഇൻഫിനൈറ്റ് ആവണമെങ്കിൽ എണ്ണിയാലും എന്ത് ചെയ്യാൻ പാടില്ല? തീരാൻ പാടില്ല. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അല്ലല്ലോ അനിമൽസിന്റെ. ഓക്കെ, ഒരു കടപ്പുറത്തുള്ള മണൽത്തരികളുടെ എണ്ണം ഫൈനൈറ്റ് ഇൻഫിനൈറ്റാ? ഫൈനൈറ്റാ. ശരിക്കും എണ്ണിയെടുക്കാം. ആ കടപ്പുറത്തുള്ള ഒരു ബൗണ്ടറി വെച്ച് കഴിഞ്ഞാൽ എണ്ണിയെടുക്കാം. ആ നമ്പർ ഭയങ്കര എന്തായിരിക്കുന്നു മാത്രം? നമ്പർ വളരെയധികം വലുതാണെന്ന് മാത്രമേ ഉള്ളൂ. അതിന് നമ്പർ വലുതാവണേനാണോ ഇൻഫിനൈറ്റ് എന്ന് പറയുന്നത്? അല്ല. അതിന് എന്തുണ്ടാവാൻ പാടില്ല? അവസാനം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഭൂമിയിലുള്ള അനിമൽസിനെ നമ്മൾ എണ്ണണമെന്ന് വാശി പിടിച്ചൊരു സ്ഥലത്ത് എണ്ണി തുടങ്ങി അത് എന്ത് ചെയ്യും? ഒരു പോയിന്റിൽ എണ്ണി തീരും. മനസ്സിലാവുണ്ടാ പറയുന്നത്? പക്ഷെ നാച്ചുറൽ നമ്പേഴ്സ് എണ്ണി കഴിഞ്ഞാൽ തീരുമോ? ഇല്ല, അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ? അതാണ് വ്യത്യാസം. അപ്പൊ ഫൈനൈറ്റ് ഇൻഫിനൈറ്റാ? ഫൈനൈറ്റ്. അടുത്തത് the set of circles. The set of circles. The set of circles passing through. The set of circles passing through the origin 0,0. ഒന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച്. The set of circles passing through the origin 0,0. ഇൻഫിനൈറ്റ് ആണ് അല്ലേ? 0,0 പാസ് ചെയ്യുന്ന എത്ര സർക്കിൾസ് വരയ്ക്കാം അല്ലേ? എത്ര സർക്കിൾസ് വേണമെങ്കിൽ വരയ്ക്കാം അല്ലേ? ഇങ്ങനെ വരയ്ക്കുന്ന മാഷ് നടുക്കിലുള്ള ഈ പോയിന്റ് ആണ് എന്ത്? 0,0 അല്ലേ? ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാം. കുറച്ചുകൂടെ റേഡിയസ് കൂട്ടിയ സർക്കിൾ വരയ്ക്കാം അല്ലെ? വേണമെങ്കിൽ ഇതിലൂടെ വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുമ്പോൾ തീരുമോ? ഇല്ല. ആ റേഡിയസ് എത്ര വേണമെങ്കിലും കൊണ്ടുപോകാം അല്ലെ? പോയിന്റ് വ്യത്യാസം ഇഷ്ടം പോലെ തീരും. അപ്പൊ അതെന്താണ്? ഇൻഫിനൈറ്റ് സെറ്റ് ആണ്. അടുത്ത എഴുതുക. എളുപ്പമുള്ള ചോദ്യങ്ങളാണ് അല്ലെ? 4. In the following, state whether A equal to B or not. നാലാമത്തെ ചോദ്യം. In the following, state whether A equal to B or not. A B നോട് ഈക്വൽ ആവുമോ ഇല്ലയോ എന്ന് പറയണം. ക്വസ്റ്റ്യൻ 1. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. ബിയിൽ വരുന്നത് D ഉണ്ട്, C ഉണ്ട്, B ഉണ്ട്, A ഉണ്ട്. ഇത് A B ഈക്വൽ ആവോ പേപ്പറിന്? അപ്പൊ സ്റ്റഡിയിൽ A ഈക്വൽ ടു B ആണ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതായത് A 4 ഉണ്ട്, 8 ഉണ്ട്, 12 ഉണ്ട്, 16 ഉണ്ട്. B 8 ഉണ്ട്, 4 ഉണ്ട്, 16 ഉണ്ട്, 12 ഉണ്ട്. ഈക്വൽ ആവോ? എന്തായി പറയാം? ഈക്വൽ ആവോ? ഈക്വൽ ആവില്ല. രണ്ടാണ് അല്ലേ? അപ്പൊ A നോട്ട് ഈക്വൽ ടു B. അടുത്തത് A 2, 4, 6, 8, 10. B X such that X is a positive even integer and X less than or equal to 10. How check it? വീഡിയോയില് അതുകൊണ്ട് പെടുന്നില്ല. സമയം എന്തായി? സമയം എത്രയും ആ ചാരും കിട്ടിയിട്ടില്ലേ? പക്ഷെ ആര് വാച്ച് കിട്ടി? എത്രയാ? വാച്ച് ഉണ്ടല്ലോ. 5:10. ഇതൊക്കെ മഴ പെയ്തു, പെട്ടെന്നൊരു മഴ പെയ്തു അല്ലേ? കുറച്ചു നേരം ആ മഴ ഇങ്ങനെ പോയെന്ന് കാണാല്ലോ. ഈക്വൽ ആണോ അല്ലയോ?
ഈക്വൽ ആണോ? ഈക്വൽ ആണ്. ബിയിൽ വന്ന എലമെന്റുകൾ ഏതൊക്കെയാ? ബി ഒരു പോസിറ്റീവ് ഈവൺ ഇന്റീജർ ആവണം. എക്സ് എത്രക്കാളും ചെറുതാവും വേണം? 10നേക്കാളും ചെറുതാവും വേണം. 10നേക്കാളും ചെറുതുള്ള ആദ്യത്തെ ഈവൺ ഇന്റീജർ ഏതാ? 2. പിന്നെ ഏതാ ഈവൺ ഇന്റീജർ? 4. പിന്നെ ഏതാ? 6, 8. 10 എഴുതാൻ പറ്റുമോ? 10 എഴുതാം. കാരണം എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. രണ്ടിലുള്ള എലമെന്റുകൾ എന്താ? സെയിം ആണ് അല്ലെ? രണ്ടിലുള്ള എലമെന്റുകൾ എന്താ? സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എഴുതാം എ ഈക്വൽ ടു ആരാണ്? ബി. എ ഈക്വൽ ടു ആരാ? ബി. അടുത്ത ഒരെണ്ണം കൂടി ഉണ്ട്, നാലാമത്തെ. X is a multiple of 10. X is a multiple of 10. B 10, 15 ആണ് പോകും. 10, 15, 20, 25 ഈക്വൽ ആണോ രണ്ടും? അല്ല, കണ്ണും കൂട്ടി എഴുതാം. കാരണം എന്താ? 15 10ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പൊ 15 എവിടെ ഉണ്ടാവില്ല? ആദ്യത്തെ സെറ്റില് ഉണ്ടാവില്ല. അല്ലേ? അപ്പൊ എ ഏതിനോട് ഈക്വൽ ആവില്ല? ബിനോട് ഈക്വൽ ആവില്ല കേട്ടോ. അല്ലേ? ചൂടൊക്കെ ഇല്ല, കണ്ണും കാണാനും ഏതോ കണ്ട കുഴപ്പമില്ല. വല്ല ബുദ്ധിമുട്ടുണ്ടത്? ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതുവരെയുള്ളത്? എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോഴേ പറയണ ഓരോ സ്റ്റേറ്റ്മെന്റ് എന്താ? എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം പഠിക്കുമ്പോഴും ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ ആ സ്റ്റേറ്റ്മെന്റ് എന്താ? സിമ്പിളാ അല്ലേ? നമ്മളൊരു 10 വാചകം കൂട്ടി വയ്ക്കുമ്പോഴാണ് നമുക്ക് അത് എന്താവണേ? മനസ്സിലാവാണ്ട് വരിക. ഓരോ വാചകവും എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഓരോ വാചകം മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ 10 വാചകം എന്തായിക്കോളും? മനസ്സിലായിക്കോളും. ഈ കോംപ്ലിക്കേഷൻ വരണത് എപ്പോഴാ? അടിയിൽ നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും? കുറെ കാര്യങ്ങള് അടിയിൽ നിന്ന് കുറെ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്തായി ഉണ്ടാവില്ല? മനസ്സിലായി ഉണ്ടാവില്ല. പിന്നെ മുകളിലേക്ക് കയറും തോറും ഭയങ്കര എന്ത് വരും? ബുദ്ധിമുട്ട് വരും. പിടിയിട്ടുണ്ട. അപ്പൊ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ. ഇപ്പം നമ്മളൊരു ഉദാഹരണം ഈക്വൽ സെറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞു അല്ലെ? ഈക്വൽ സെറ്റില് 1 2 3 ഞാൻ ബി എന്ന് പറഞ്ഞൊരു സെറ്റ് എഴുതി. 1 2 3 4 ഇത് രണ്ട് ഈക്വൽ സെറ്റ്സ് ആണോ? അല്ല. പക്ഷെ എയിലുള്ള എല്ലാ എലമെന്റും എവിടെ ഉണ്ട്? ബിയിലുണ്ട്. പക്ഷെ ബിയില് ആരും കൂടി ഉണ്ട്? എക്സ്ട്രാ ഒരു 4 കൂടി ഉണ്ട്. അത് ശരിയാണോ? അത് ശരിയാവില്ല. ഈക്വൽ ആക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് എവരി എലമെന്റ് ഓഫ് എ ഇൻ ബി, എയിലുള്ള എല്ലാ എലമെന്റ് എവിടെ ഉണ്ടാവണം? ബി. അവിടെ വെച്ച് മനസ്സിലാക്കൽ കഴിഞ്ഞത് കൺഫ്യൂഷനായി. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചാണെന്ന് കരുതുക. അപ്പൊ നിങ്ങൾ നോക്കുമ്പോ എന്താ? എയിലുള്ള എല്ലാ എലമെന്റ് എവിടെ ഉണ്ട്? ബിയിലുണ്ട്. അപ്പൊ മാഷ ഇത് ഈക്വൽ ആവില്ല. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അങ്ങനെ എഴുതും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു വേറെ സാധനം പറഞ്ഞിട്ടുണ്ട്. എന്താ? എവരി എലമെന്റ് ഓഫ് ബി ഓൾസോ ഇൻ സെറ്റ് എ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂട്ടി വെക്കണത് കാരണം മനസ്സിലാവണ്ട. നിങ്ങൾ ആദ്യത്തെ വരി മനസ്സിലാക്കി, രണ്ടാമത്തെ വരി മനസ്സിലാക്കി, ഈ സാധനം എന്താ പരീക്ഷയ്ക്ക് തെറ്റും, ഇത് കൺഫ്യൂഷൻ ആവും ചെയ്യും. അപ്പൊ ഒരുമിച്ച് മനസ്സിലാക്കിക്കോളൂ. പിടികിട്ടുണ്ട്. അത് പറയാൻ കാരണം ഒന്നല്ല, നമ്മളിപ്പോ പഠിച്ചു തുടങ്ങിയതില് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്ത് പോവുക. ഇതിന്റെ മുകളിലേക്ക് ബിൽഡ് ചെയ്യും തോറും അല്ലെങ്കിൽ എന്താ പിന്നീട് മനസ്സിലാവില്ല. പിടികിട്ടുണ്ടാ? അപ്പൊ അടിഭാഗത്ത് എന്ത് ചെയ്യുക? ക്ലിയർ ആയിട്ട് പോയത്. മാത്സിലല്ല അറിയാം. മാത്സിൽ പിന്നെയും കുഴപ്പമില്ല. ഇപ്പൊ ഈ പാഠം ഇവിടെ ചെയ്തു. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അടുത്ത പാഠം പറഞ്ഞത്. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞൊരു പാഠമുണ്ട്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായില്ലേ? പിന്നെ ആ പാഠം മനസ്സിലാവും ഇല്ല. അടുത്ത കൊല്ലം ആദ്യത്തെ പാഠം റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ തന്നെയാ പാഠത്തിന്റെ പേര് തന്നെ. പിന്നെ അത് മനസ്സിലാവും. പക്ഷെ അതാ പറഞ്ഞു വരുന്നത്. അപ്പൊ 10 വാചകം പറഞ്ഞ് അത് കോംപ്ലിക്കേഷൻ ആവണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വാചകം എന്താ ഉണ്ടാവില്ല? കറക്റ്റ് ആയിട്ട് മനസ്സിലായി ഉണ്ടാവില്ല. അപ്പൊ അത് അങ്ങനെ സംഭവിക്കിരിക്കും. പിടിയിട്ടുണ്ടാ? കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് നോക്കോളൂ. ഒരു ചോദ്യം കൂടി ഉണ്ട്, അതുകൂടെ ചെയ്തിട്ട് കുറച്ചു നേരം ചെയ്യാൻ വേണ്ടി എഴുതാം. ആർ ദ ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്സ് ആർ ഈക്വൽ? ഗിവ് റീസൺ. 5 അയ്യോ സോറി 4 അല്ല 5 ഇപ്പൊ ചെയ്തേ. അല്ല 4 ചെയ്തു. 5. ആർ ദ ഫോളോയിങ് പെയർ ഓഫ് സെറ്റ്സ് ഈക്വൽ? ആർ ദ ഫോളോയിങ് പെയർ ഓഫ് സെറ്റ്സ് ആർ ഈക്വൽ? ആദ്യത്തെ ക്വസ്റ്റ്യൻ
എ എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് തന്നിട്ടുണ്ട് 2,3 2,3. ബി എന്ന് പറഞ്ഞിട്ട് സെറ്റ് തന്നിട്ടുണ്ട് x such that x is a solution of x square plus 5x plus 6 equal to 0. സെറ്റ് ചെയ്ത് രണ്ട് ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യുന്ന കരുതുന്നു. ഇനി സെറ്റ് ആവുന്നതാണ്. Question 2 കൂടെ മാഷോട് മാർക്ക് ചെയ്ത് തന്നിരിക്കണം. എന്ന് പറഞ്ഞിട്ടുണ്ട് x is a enter the word follow. സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ആദ്യത്തെ രണ്ട് സെറ്റ് ഈക്വൽ ആണോ? ഈക്വൽ അല്ല അല്ലേ? ആണോ? എന്തേലും പറയ്. അല്ലേ? അതേടോ ഈക്വൽ അല്ലേ? അല്ല, -2 -3 വരിക അല്ലേ? ബിയിലത്തെ എലമെന്റുകൾ എന്താ വരിക? 2, 3 നമ്പറുകൾ വരിക. പക്ഷെ പുറത്തേക്ക് എന്താ വരിക? അത് -2 -3 ആണ്. അപ്പൊ എന്താ? എ നോട്ട് ഈക്വൽ ടു ബി. ശരിയല്ലടാ? അടുത്തൂടെ സെറ്റ് ചെയ്ത് വെരി ഗുഡ്. സൊല്യൂഷൻ ചെയ്ത് കിട്ടി. അത് 2 -3 കിട്ടിയില്ലേ? രണ്ടാമത്തെ എന്താ അവസ്ഥ? ഈക്വൽ ആണോ അല്ലയോ? പറയ്. രണ്ടാമത്തെ പറഞ്ഞില്ലല്ലോ. ഈക്വൽ ആണ്. ഓക്കെ, അടുത്ത എഴുതാം. ഫ്രം ദ സെറ്റ്സ് ഗിവൺ ബിലോ സെലക്ട് ഈക്വൽ സെറ്റ്സ്. ഫ്രം ദ സെറ്റ്സ് ഗിവൺ ബിലോ സെലക്ട് ദ ഈക്വൽ സെറ്റ്സ്. കുറെ സെറ്റുകൾ മാഷ എഴുതാം. അതിന് ഈക്വൽ ആയിട്ടുള്ള പെയറുകൾ നിങ്ങൾ തപ്പിപ്പിടിച്ചെടുക്കണം. അത്രയുള്ളൂ. ബോർഡിലുണ്ട്, അതായത് പറഞ്ഞിട്ടാ. ഈ സൈഡിലെ ചോദ്യമല്ല, വെറുതെ കമ്പയർ ചെയ്യാൻ വേണ്ടു അല്ലെ? വേഗം പറഞ്ഞ് കണ്ണടച്ച് പറയാം.
എന്താ ഈ ഏതൊക്കെ സെറ്റുകൾ ഈക്വൽ ആയിട്ട് വരുന്നത്? ബിയും 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 പിന്നെ ഉണ്ടല്ലോ ഇയും ജിയും ഇല്ലേ? ബിയും പിന്നെ ഏതാ ഡിയും പിന്നെ കൂടി ഉണ്ട് ഏതാ ഇയും ജിയും ഈക്വൽ ആണ് അല്ലെ? എല്ലാത്തിലുള്ള എലമെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞും എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഏത് എക്സസൈസ് കഴിഞ്ഞു? എക്സസൈസ് 5.11.2 കഴിഞ്ഞു. എക്സസൈസ് 5.2 ആണ് മാഷാജി പറഞ്ഞത്. 5.1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എക്സസൈസ് 1.1 ഇന്നലെ ചെയ്തു. ഇന്ന് ചെയ്തേതാ 1.2. ഒന്നാമത്തെ പാഠത്തിൽ രണ്ടാമത്തെ എക്സസൈസ് 1.2. സമയം എന്തായി നോക്കട്ടെ? 5:30 സമയം നോക്കിയേ. 5:22. അടുത്തൊരു ഹെഡിങ് കൊടുത്തിട്ടോ, സബ്സെറ്റ്. Subsets. SUB STS. Subsets. Subsets എന്താ? കണ്ടുവരാ അല്ലെ? ചെറിയ ഗെയിം പഠിച്ചാലോ? പോട്ടെ. ജയിക്കുന്ന ആൾക്ക് 30 രൂപ തരാം. നമ്പർ പറഞ്ഞ കളിയിൽ 3ന്റെയും പിന്നെ എത്രയാ 7ന്റെയും മൾട്ടിപ്പിൾ ഇട്ടാ പറഞ്ഞു. ലാസ്റ്റ് ജയിക്കാണ് 30 രൂപ തരാം. ഇന്ന് തരില്ല, കാശ് എടുത്തില്ല, നാളെ തരാം. മനസ്സിലായില്ല? 3ന്റെ മൾട്ടിപ്പിൾ വരുമ്പോൾ ബസ് എന്ന് പറയണം, 7ന്റെ മൾട്ടിപ്പിൾ പറയുമ്പോൾ ബസ് എന്ന് പറയണം. സ്വാഭാവികമാണ് 30 രൂപ തരാം. മനസ്സിലായില്ല? അന്ന് പറഞ്ഞു കൊടുക്കില്ല. കളിച്ചിട്ടില്ലേ അത്? ഇല്ല. 5ന്റെ മതി വേണ്ട. ഇതിനെ പോട്ടെ. 3ന്റെ 7ന്റെ 5 പറ്റില്ല. 3 ഗെയിം മനസ്സിലായില്ലേ? ഗെയിം മനസ്സിലായ ഇവിടെ ഇത് ചിരിക്കടി. അപ്പൊ നീയേ ഗെയിം മനസ്സിലായ തുടങ്ങാം. ഓർക്കെ പറയാ. അത് സമയം ലേറ്റ് ആയി ഇരുട്ടുണ്ടോ വിളിച്ചിട്ട് ആലോചിക്കാൻ സമയം കച്ചവടാന്ന് പറയുന്നത്. അല്ല ആലോചനത്തിന്റെ അടുത്ത് എഴുതി വെച്ച കുറച്ച് അടുത്ത് വയ്ക്കാൻ പറഞ്ഞ അവിടെ പേര് ആ ജിസ്ന പേര് അല്ല എന്റെ പേരും ജിസ്ന. അവിടെ എഴുതി വെച്ചിരിക്കോട്ടെ പുസ്തകം എടുത്ത് പൂശിക്കോ. ഈ ടൈമിങ് പറ്റില്ല കേട്ടാ. ഒരു അവസരം കൊടുക്കാൻ തൽക്കാലം. എങ്ങനെയാ ബസ് അവിടെ വരുന്നോ? അടുത്ത ആള് ആഞ്ജലീനെ പറഞ്ഞില്ലല്ലോ. ആഞ്ജലിനെ പറഞ്ഞോ? പറ. എവിടെ ഇവിടെ അവള് പറഞ്ഞ എൽസ പറഞ്ഞ? എൽസത്തെ പറഞ്ഞേ ഉറക്കെ പറയാൻ കേട്ടാ. 3ന്റെയും 4ന്റെയും അല്ല 3ന്റെയും 7ന്റെയും മൾട്ടിപ്പിൾ വന്ന ബസ് എന്ന് പറയണം. അത്രേ ഉള്ളൂ. മനസ്സിലായ? ഒന്നുകൂടെ 10 കൊടുത്ത് പറഞ്ഞു കൊടുത്തേ. 10 അത് കഴിഞ്ഞ 14 എങ്ങനെയാ? 7ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ അല്ലേ? വെരി ഗുഡ്. 15. അപ്പൊ ഇരിക്കി 15 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 16. ഇരുന്നു അത് ധാരാളം ടൈമിക്കാൻ. രണ്ടാമത്തെ അവസരം ബസ്. എത്ര പറഞ്ഞേ? 19 20 21 ബസ് പറഞ്ഞു. അവിടെ 22. കുഴപ്പമില്ല. പറഞ്ഞോ 24 പറഞ്ഞോ. അപ്പൊ രക്ഷയില്ല. അപ്പൊ 24 പറയുന്നില്ല. ബസ് പറ. ബസ് 25. പറയടാ. 27 പറഞ്ഞോളൂ. ബസ് പറഞ്ഞു. 28 അപ്പൊ ഇരിക്കി. 32 മൾട്ടിപ്പിൾ ആണോ? അല്ല. അല്ല അവിടെ എത്ര പറഞ്ഞേ? 33 ഇരുന്നോ? 11 × 3 = 33. 84.
36 ഇരുന്നോ? 35 ഏതാ? 7 × 5 35 രണ്ടുപേരും ഇരുന്നോ അവിടെ? 36 ബസ് കുഴപ്പമില്ല. കണ്ടിന്യൂ. 37 41 പറഞ്ഞു. നിങ്ങൾക്ക് 42 ബസ് തന്നെയാ? 44 45 കിട്ടോ? 15 കിട്ടില്ലേ? ഇരുന്നോ? പെട്ടു. നീ ബസ് പറഞ്ഞു. അന്ന് 47 തുടങ്ങി. കുഴപ്പമില്ല. 48 ഇരുത്താൻ പറ്റുമോ? അങ്ങനെ ഇല്ല അല്ലേ? അപ്പൊ ഇത് ഇരുത്താലോ? 16 മൾട്ടിപ്പിളല്ലേ? വരുന്നു. 48 49 ബസ് പറഞ്ഞു. 51 ഇരുത്താൻ പറ്റുമോ? അങ്ങനെ 53 കിട്ടില്ല അല്ലേ? 53 പോണ്ട. 49 ഇല്ലേ? പോലെ 51 പറഞ്ഞു. എനിക്കറിയില്ല. ബസ് 54 ഉണ്ടാ? 54 3ന്റെ മൾട്ടിപ്പിളാ അല്ലേ? 3ന്റെ മൾട്ടിപ്പിളാ. 9 × 6 54 അല്ലേ? 18 × 3 54. ഇരുന്നോ? പെട്ടു. 55 56 57 ഏതാ? 57 ബസ്സാവാ? ഇരുന്നോ? ഞാനിരിക്കട്ടെ ചോദിക്കണ്ടായിരുന്നോ? അല്ലേ? 57 3ന്റെ മൾട്ടിപ്പിളാന്ന്. 14 അല്ലേ? അപ്പൊ കറക്റ്റാ. 57 3ന്റെ മൾട്ടിപ്പിളാ. എത്രയും നമ്പർ പറഞ്ഞോടത്തെ? 57 19 അല്ലേ? 19 അല്ലേ വരിക? 58 പറഞ്ഞോ? 60 62 കിട്ടുമോ? ഇല്ല. 63 65 പെടില്ലേ? 65 പെടുവോ? ഇല്ല. പറഞ്ഞു. 66 പറഞ്ഞോ? 67 69 കിട്ടുമല്ലോ. 23 × 3 ഇരുന്നോ? അപ്പൊ ഇവിടെയാണ് സമ്മാനം. 70 72 പെട്ടില്ലേ? 72 പോവില്ലേ? 3 പോവില്ലേ? പോട്ടു. ഇതന്നെ ചെയ്യപ്പോ നാളെ തരാട്ട പൈസ. ഇല്ല. 3 എഴുതാൻ കറക്റ്റ്. 5 പറഞ്ഞിട്ട് എന്തിനാ സമയം പോവാനാ? 5 പറഞ്ഞ എല്ലാവരും ജയിക്കും അല്ലേ? ചേച്ചിനോട് ഇവിടെ ജയിച്ചു. അവളുടെ പേരെന്താ? ജെന്നിഫർ. പേര് പറ ശരി. മറ്റേ പേരെന്താ? ജെന്നിഫർ വിച്ചു. മറ്റേ ജെന്നിഫർ ഏതാ? ജെന്നിഫർ ജോസ് റോസ്. അപ്പൊ ബിജു ജയിച്ചു. ബിജു ജെന്നിഫർ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിക്കാൻ. ഓക്കെ. അപ്പൊ എന്തായി? എഴുതുക. സബ്സെറ്റ് എടുത്തു വെച്ചവള്. സബ്സെറ്റ്സ് ഒന്ന് പറഞ്ഞിട്ട് വിടാം. പക്ഷെ സബ്സെറ്റിന്റെ ഡെഫിനിഷൻ എഴുതുക. A set capital A is said to be. A set capital A is said to be subset of a set B. Subset of set B